ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റ് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 30 തിങ്കളാഴ്ച. കർഷക പ്രക്ഷോഭം ഡൽഹിയിലെ 5 അതിർത്തികളിലേക്ക് വ്യാപിക്കുന്നു. സർക്കാർ നിശ്ചയിച്ച സ്ഥലത്ത് സമരം നടത്തിയാൽ ചർച്ചയാവാമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാഗ്ദാനം തള്ളിക്കൊണ്ടാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം. ഇനിയുള്ള ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ അധികാരപ്പെടുത്തിയ മന്ത്രിതല സമിതിയോ ക്യാബിനറ്റ് കമ്മിറ്റിയോ വേണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധനയെന്നാണ് വിവരം. സോളാർ കേസിൽ എനിക്കറിയാവുന്ന രഹസ്യങ്ങൾ മറ്റു ചിലരെ വേദനിപ്പിക്കുന്നതാണ്, അതിനാലാണ് വെളിപ്പെടുത്താതിരിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ബാർക്കോഴ സോളാർ കേസുകൾ ചർച്ച ചെയ്യും തോറും സത്യം കൂടുതൽ വ്യക്തമാകുമെന്നും ഉമ്മൻചാണ്ടി. KSFE നല്ല സ്ഥാപനമാണെന്നും കിഫ്ബിയുടെ തിരിച്ചടവ് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വേണമെന്നും വികസനത്തിന് പണം കടമെടുക്കുന്നതിൽ തെറ്റില്ലെന്നും ഉമ്മൻചാണ്ടി. വിജിലൻസ് യഥാർത്ഥത്തിലുള്ള കൂട്ടിലടച്ച തത്തയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിലെ വിജിലൻസ് CPM പറയുന്നതുപോലെ പ്രവർത്തിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ടെന്നത് വ്യക്തമാക്കുകയാണ്. പ്രതിപക്ഷ MLA-മാർക്കെതിരെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം, എന്നാൽ KSFEയിൽ അന്വേഷിക്കാൻ പാടില്ല. ഇത് എന്ത് ന്യായമാണെന്നും ചെന്നിത്തല. വിജിലൻസ് ആവശ്യപ്പെട്ടാൽ വിശദീകരണം നൽകാൻ KSFE ഓഡിറ്റ് പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ക്രമക്കേടെന്ന പേരിൽ അനൌദ്യോഗികമായി വിജിലൻസ് പുറത്തുവിട്ട കാര്യങ്ങളുടെ വസ്തുത ഉറപ്പിക്കാനും തെറ്റാണെന്ന് സ്ഥാപിക്കാനുമാണ് ഓഡിറ്റ് നടത്താൻ ഒരുങ്ങുന്നത്. KSFE ശാഖകളിൽ വിജിലൻസ് നടത്തിയ കൂട്ടപരിശോധന മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ രമൺ ശ്രീവാസ്തവയുടെ അറിവോടെ. ഓപ്പറേഷൻ ബജറ്റ് എന്ന് പേരിട്ട പരിശോധനയുടെ വിവരം വിജിലൻസ് നേരത്തെ ശ്രീവാസ്തവയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നില്ല. KSFEയിലെ വിജിലൻസ് റെയ്ഡിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവിനെതിരെ CPMൽ അമർഷം. CPMനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ രമൺ ശ്രീവാസ്തവയാണെന്ന പൊതുവികാരമാണ് ഇപ്പോൾ CPMൽ ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയെപ്പോലും അറിയിക്കാതെ KSFEയിൽ നടത്തിയ റെയ്ഡിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നുവെന്നാണ് നേതാക്കന്മാർ വിലയിരുത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെതിരെ UAPA ചുമത്താൻ സാധ്യത. കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത ശിവശങ്കറിനെതിരെ UAPA ചുമത്താൻ NIA നിയമോപദേശം തേടിയെന്ന് റിപ്പോർട്ടുകൾ. പാലാരിവട്ടം അഴിമതി കേസിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അഴിമതി കേസിൽ അറസ്റ്റിലായ ഇബ്രാഹിം കുഞ്ഞ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ചോദ്യം ചെയ്യൽ. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെയോടെ ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കണക്കിലെടുത്ത് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മുന്നൊരുക്കം ശക്തമാക്കി. രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് രജനീകാന്ത്. ആരാധകരുടെ അഭ്യർത്ഥനകൾ പരിഗണിക്കുന്നുവെന്നും തീരുമാനത്തിനായി കാത്തിരിക്കണമെന്നും രജനീകാന്ത് ആരാധന കൂട്ടായ്മയുടെ യോഗത്തിനു ശേഷം പ്രതികരിച്ചു. രജനീകാന്തിന്റെ നിലപാട് ശുഭസൂചനയെന്ന് ആരാധകർ. BJP റൺവേ ട്രാഫിക്കിന് സമാനമാണെന്നും പാർട്ടി വിടുന്നവർക്ക് സമാധാനത്തോടെ ജീവിക്കാനാകില്ലെന്നും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി. ഒരിക്കൽ BJPയിൽ ചേർന്നാൽ ആ വ്യക്തിക്ക് പാർട്ടി വിടാനാകില്ലെന്നും സുശീൽ കുമാർ മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം നവംബർ 20 അവസാനിച്ച ആഴ്ചയിൽ $251.8 കോടി ഉയർന്ന് $57,529 കോടി റെക്കോർഡിട്ടു. തൊട്ടുമുൻ ആഴ്ച $427.7 കോടി വർധന കൈവരിച്ചിരുന്നു. ഓൺലൈൻ പരസ്യവിതരണ വിപണിയിൽ മുന്നിൽ നിൽക്കുന്ന ടെക് ഭീമന്മാരെ നിയന്ത്രിക്കുന്നതിനായുള്ള പുതിയ പെരുമാറ്റച്ചട്ടങ്ങൾ നടപ്പാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ഒരു ഡിജിറ്റൽ മാർക്കറ്റ് യൂണിറ്റിന് തുടക്കമിട്ട് UK ഗവൺമെന്റ്.
ഏപ്രിലിലാണ് ഡിജിറ്റൽ മാർക്കറ്റ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുക. ടെക് കമ്പനികളെ നിയന്ത്രിക്കുന്നതിനും വിപണിയിൽ കൂടുതൽ ആരോഗ്യപരമായ മത്സരം സൃഷ്ടിക്കുകയുമാണ് ഈ യൂണിറ്റിന്റെ ലക്ഷ്യം. വടക്കൻ നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്ത് കർഷകർക്ക് നേരെ നടന്ന ബോക്കോഹറാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 110ആയി. ഗാരിൻ ക്വഷേബിലെ നെൽപ്പാടത്താണ് ഭീകരാക്രമണമുണ്ടായത്. നിരവധി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. രണ്ടാം ഏകദിനത്തിൽ ഫീൽഡിംഗിനിടെ വീണ് പരിക്കേറ്റ ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണർക്ക് T20 പരമ്പര നഷ്ടമാവും. മികച്ച ഫോമിൽ കളിക്കുന്ന ഡേവിഡ് വാർണറുടെ അഭാവം ഓസീസിന് കനത്ത തിരിച്ചടിയാകും. രണ്ടാം ഏകദിനത്തിലും തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയെ വിമർശിച്ച് മുൻ ഇന്ത്യൻ ടീം ഓപ്പണർ ഗൌതം ഗംഭീർ രംഗത്ത്. ഇത് ഒരു T20 മത്സരമല്ല. ഇത്തരമൊരു ക്യാപ്റ്റൻസിയെ ഏത് രീതിയിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇതിന്റെ കാരണം എന്താണ് എന്നെനിക്കറിയില്ല. പക്ഷേ ഇത് വളരെ മോശം ക്യാപ്റ്റൻസിയാണെന്ന് ഗംഭീർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർപ്പൻ ജയം. സതാംപ്ടനെ 2-3 മാഞ്ചസ്റ്റർ മറികടന്നത്. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു മാഞ്ചസ്റ്ററിന്റെ തിരിച്ചുവരവ്. എഡിസൺ കവാനിയുടെ ഇരട്ട ഗോളുകളാണ് ടീമിനെ വിജയം സമ്മാനിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.